നമസ്കാരം. ചില്ലിട്ട് സൂക്ഷിക്കേണ്ട രണ്ട് വാചകങ്ങൾ. പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ. ശീലികമന്ത്രി ആരംഭിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നത്. കാരണം നിയുക്ത മുഖ്യമന്ത്രിയുടെ വാചകമാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തോടൊപ്പം ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു വിവാദ നായകൻ കൂടെ നിൽക്കുന്നുണ്ട്. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയാൻ ഫിലിപ്പ് ഡൊമസ്റ്റിക് വിമാനത്താവളത്തിൽ നിന്ന് ശ്രീ A.K. ആന്റണിയെ, ഡൽഹിയിൽ നിന്ന് വന്ന A.K. ആന്റണിയെ സ്വീകരിച്ചു കൊണ്ടുവരുമ്പോഴും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് A.K. ആന്റണി പറഞ്ഞ ചില വാചകങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ. A.K. ആന്റണി വന്നത് അതിനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. A.K. ആന്റണി സൃഷ്ടിച്ച കേരളം എന്താണെന്ന് നമ്മളിപ്പോൾ കാണുക മാത്രമല്ല അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ പോയി നരകയാതന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശ്രീ V.D. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി കേരളത്തെ ഒരു പുതിയ കേരളമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു രമ്യമായ പാത, ചുരുങ്ങിയ പക്ഷം തലസ്ഥാനത്തിന്റെ വിഷയത്തിലെങ്കിലും നിങ്ങൾ സ്വീകരിച്ചാൽ കേരളത്തിനും നിങ്ങൾ പറഞ്ഞ വാചകം സാർത്ഥകമാക്കാൻ അത് ഉപകരിച്ചേക്കും. എന്താണെന്നറിയാമോ? കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ നടപടി നമ്മുടെ തുറമുഖത്തെ 20 MTU 2 കോടി കണ്ടെയ്നർ എന്നുള്ള അടുത്ത ലക്ഷ്യത്തിലോട്ട് പോകുന്നതിന്റെ ചർച്ച തുടങ്ങി. കേന്ദ്രം തുടങ്ങി 2 കോടി 20 MTU. അദാനി ഗ്രൂപ്പിന്റെ 57 എന്ന് പറയുന്ന ഘട്ടം അത് അവരുടെ ചുമതലയാണ്. അതിനു പുറമെ ഏകദേശം 1.5 കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിൽ തുറമുഖത്തെ വികസിപ്പിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ ആഗ്രഹവും. അതനുസരിച്ചിട്ടുള്ള ചർച്ചകൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ കേരളത്തിൽ 2-3 സാധ്യതകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. തെളിയിക്കപ്പെട്ട സാധ്യതകൾ, തെളിയിക്കപ്പെടാത്ത പലതുമുണ്ട്. നിങ്ങൾ 3 ജില്ലകളെ, തലസ്ഥാനത്തെയും കൊല്ലത്തെയും ആലപ്പുഴ ജില്ലകളെയും 3 ജില്ലകളെ പ്രത്യേകം പരിഗണിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടുന്നതാണ് ഈ 3 ജില്ലകളും. ബാക്കി എല്ലാവരോടും വലിയ ഇതുണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ എന്തായാലും ആ ജില്ലകൾക്കുള്ള ആസ്തി വെച്ച് നോക്കുമ്പോൾ നാളിതുവരെ അവർക്ക് അവഗണനയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 5 വർഷം ഭരിക്കുവാനുള്ള, നാടിനെ നയിക്കുവാനുള്ള എല്ലാ ആശംസകളും ശീലിംഗമന്ത്രി നേരുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഈ പറയുന്ന വിഷയത്തിൽ ഒരു പ്രത്യേക താല്പര്യമെടുക്കുവാൻ പ്രത്യേക വകുപ്പിനെയോ പ്രത്യേക മന്ത്രിയെയോ ഇക്കാര്യങ്ങളിൽ ചുമതലപ്പെടുത്തണം. ശീലിംഗമന്ത്രിയുടെ ഒരു പ്രേക്ഷകനുണ്ട്. അദ്ദേഹത്തിന്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയച്ചത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഐ മെറ്റ് എ പേഴ്സൺ ഇൻ മൈ OPD ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, OPD, ഹു ഈസ് ഫ്രം ഡിഫൻസ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലിങ്ക്ഡ് വിത്ത് അവർ പോർട്ട്. നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട ഡിഫൻസിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഹി സെഡ് ദ ഡിഫൻസ് വിംഗ്, ആർമി, നേവി, എയർഫോഴ്സ് asked for around 300 acres of land near the port but is unable to procure it due to cost of the land. No further details revealed. രാജ്യത്തെ നാവിക, കര സേനകൾ അടക്കം, ഡിഫൻസ്, ആർമി അടക്കം അവർക്ക് 300 ഏക്കർ സ്ഥലം തലസ്ഥാനത്ത് വേണം. തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് വേണം. അത് ഏറ്റെടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് അവർക്ക് കിട്ടുവാൻ ഇവിടുത്തെ വില കാരണം സാധിക്കുന്നില്ല. അപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഡിഫൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡിഫൻസിന് 300 ഏക്കർ വേണമെന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഇങ്ങോട്ട് വരുന്നതിന്റെ തുടക്കമാണിത്. എല്ലാവർക്കും ഏകദേശം കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി. ഇനി ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ നാളിതുവരെ ഇടതുപക്ഷം തുടർന്നു വന്നതുപോലെ അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായ ടാസ്ക് ഫോഴ്സുകളെ രൂപീകരിച്ച് കൃത്യമായ ഡെഡ്ലൈനോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കാമെങ്കിൽ
നിങ്ങൾ പറഞ്ഞ പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കാൻ പറ്റും. ഇത് ഡിഫൻസ് ചോദിച്ചാൽ മാത്രമല്ല, നിക്ഷേപകർ, ഇൻവെസ്റ്റേഴ്സ് എല്ലാവർക്കും വേണ്ടത് ഭൂമിയാണ്. ഒരുപാടൊന്നും കൊടുക്കണമെന്നില്ല. നിങ്ങൾ ലഭ്യമായ ഭൂമി അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കണ്ടുപിടിച്ച് പൂൾ ചെയ്ത് ഭൂമി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ തൊഴിലില്ലായ്മ പൂർണ്ണമായി പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ എക്സ്പാൻഷൻ കൊല്ലത്തോട്ടും പത്തനംതിട്ടയിലോട്ടും ആലപ്പുഴയിലോട്ടും കോട്ടയത്തോട്ടും ഇടുക്കിയിലോട്ടും കാസർഗോഡ് വരെ ഇത് വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് തലസ്ഥാനത്തെ തുറമുഖം നൽകുന്ന. അപ്പോൾ ഈ 2-3 സാധ്യതകൾ മാത്രമേ ഉള്ളൂ കേരളത്തിന്. രണ്ടാമത്തത് ആലപ്പുഴ കൊല്ലം ജില്ലയിലെ കരിമണൽ, തോറിയം, ഒന്നാന്തരം ഇന്ധനമായിട്ട് രൂപപ്പെടുത്താവുന്ന തോറിയം, പിന്നെ കേരളം മുഴുവനുമുള്ള മെത്തനോൾ. ഇതൊന്നും നിങ്ങളുടെ 104 പേജ് വരുന്ന മാനിഫെസ്റ്റോയിൽ ഞാൻ എവിടെയും വായിച്ചില്ല. എ കെ ആന്റണിയുടെ കാലത്തും കെ കരുണാകരന്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും എഴുതി വെച്ച കാര്യങ്ങൾ തന്നെയാണ് ചില പൊടിപ്പും തൊങ്ങലും ചേർത്ത് ഗ്ലോബ് വാച്ച് ടവർ പോലുള്ള ചില മിനുക്കുപണികളുടെ പുറത്ത് പണിതു വച്ചിരിക്കുന്നത്. അത് വായിച്ചിട്ട് എനിക്ക് കേരളം ഒരു പുതിയ കേരളമാകുമെന്നോ ഒരു പുതുയുഗമാകുമോ എന്നുള്ള മൂഢവിശ്വാസമൊന്നും സെയിലിംഗമെൻട്രിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തലസ്ഥാന ജില്ലയിലെ നിങ്ങളുടെ നാളിതുവരെയുള്ള നയത്തിൽ മാറ്റം വരുത്തി രാജ്യത്തെ നയിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ള രീതിയിൽ അതിനെ റീഡിസൈൻ ചെയ്യുകയും വിഭാവന ചെയ്യുകയും വേണമെന്നുള്ളതാണ് സെയിലിംഗമെൻട്രിയുടെ റിക്വസ്റ്റ്. പുതിയ മുഖ്യമന്ത്രി പുതുയുഗത്തിന് തുടക്കമിടാൻ സഹായിക്കുന്ന 2 കാര്യങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭ പൂർത്തിയാക്കി വെച്ചിട്ടാണ് പോയത്. ഒന്ന്, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ ആരോ തയ്യാറായി കേരളത്തിൽ വന്നിട്ടുണ്ട്. ദയവേത് പുതിയ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ആ വലിയ മനുഷ്യനെ, ആ വലിയ നിക്ഷേപകനെ കണ്ടെത്തി, പഴയ മുഖ്യമന്ത്രിയിലൂടെ അത് കണ്ടെത്തി വാസ്തവത്തിൽ കേരളത്തിൽ ആ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടതൊക്കെ ചെയ്യണം എന്നാണ് ഒരു അഭ്യർത്ഥന. രണ്ടാമത്തത്, ഡാവോസിൽ പോയ ടീമുണ്ട്. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി, ഇനി കൂടുതലൊന്നും അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, മുൻ വ്യവസായ മന്ത്രി ഡാവോസിൽ പോയി 1,18,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ്സും കൊണ്ടുവരാം. കാരണം അത് തുടർച്ചയാണ്. ഇവിടെ നിന്ന് പോയ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടേറിയറ്റിൽ തന്നെയുണ്ട്, ചീഫ് സെക്രട്ടേറിയറ്റിൽ തന്നെയുണ്ട്, പോയ ഉദ്യോഗസ്ഥരൊക്കെയുണ്ട്, KSIDCയുടെ MD ഒക്കെ ഉണ്ട്. ആ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം, 1,18,000 കോടി രൂപയുടെ നിക്ഷേപം എവിടെ, ആരാണ് ആ വാഗ്ദാനം ചെയ്തത്? ആ വാഗ്ദാനം ചെയ്ത ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവരണം. കുറ്റപ്പെടുത്തലല്ല, അവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രി തയ്യാറാവണമെന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം 10 കോടി രൂപയാണ് ഡാവോസ് യാത്രയ്ക്ക് ചെലവഴിച്ചത്. പാവപ്പെട്ട മനുഷ്യരുടെ, കേരളീയരുടെ 10 കോടി രൂപ ചെലവഴിച്ച അക്കൗണ്ടിൽ അതിന്റെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തണം. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് അസംബ്ലിയിലാണ് പറഞ്ഞത്, വീഡിയോ ലഭ്യമാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം ലഭ്യമാണ്. ആ വിവരവും കേരളീയർക്ക് അറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. അറിയുക മാത്രമല്ല, അതിന്റെ നിക്ഷേപം ഉറപ്പുവരുത്താനും കേരളീയർക്ക് വലിയ ആഗ്രഹമുണ്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെയും നിയുക്ത മുഖ്യമന്ത്രിക്ക് ഒരു പുതുയുഗത്തിന് തുടക്കമിടുന്നതിന്റെ ഒരു തുടക്കമാവുകയും ചെയ്യും.